അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സന്ദർശിക്കാൻ ഒരിക്കൽ മദീനയിലേക്ക് ഒരു ചെറിയ സംഘം ആളുകൾ എത്തുകയുണ്ടായി. വളരെ ദൈർഘ്യമുള്ള ഒരു യാത്രയ്ക്ക് ശേഷമാണ് അവർ മദീനയിൽ എത്തിയത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ട ഉടനെ തന്നെ ആ സന്തോഷത്തിൽ മറ്റെല്ലാം മറന്നുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സിലേക്ക് എത്തുകയും പ്രവാചകനെ ആലിംഗനം ചെയ്യുകയും എല്ലാം ചെയ്തു അവർ. എന്നാൽ അതേസമയം ആ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരാൾ, അഷജ് അബ്ദുൽ ഖൈസ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹത്തിൻ്റെ ഒട്ടകപ്പുറത്ത് നിന്ന് ഇറങ്ങി ആ ഒട്ടകത്തെ സുരക്ഷിതമായ ഒരിടത്ത് കെട്ടിയിടുകയും അതിനുശേഷം കുളിച്ച് വൃത്തിയായി നല്ല വസ്ത്രങ്ങൾ ധരിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സിലേക്ക് കടന്നിരിക്കുകയും മറ്റുള്ള ആളുകളുമായി ഇടപെടുകയും എല്ലാം ചെയ്തു. ഇത് നിരീക്ഷിച്ച പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് പറഞ്ഞു, അള്ളാഹു ഇഷ്ടപ്പെടുന്ന രണ്ട് കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഞാൻ കാണുന്നു. ഒന്ന് വിവേകമാണ്, രണ്ട് അവധാനതയാണ്. നോക്കൂ, ഒരു കാര്യം സാവധാനം, ധൃതി കൂടാതെ അവധാനതയോടുകൂടി ചെയ്യുന്നുണ്ടെങ്കിൽ അത് അള്ളാഹുവിന് ഇഷ്ടമുള്ള കാര്യമാണ് എന്ന്, സ്വഭാവമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സംഭവത്തിലൂടെ പഠിപ്പിക്കുകയാണ് നമ്മളെ. ജീവിതത്തിൽ എന്ത് കാര്യം ചെയ്യുമ്പോഴും, പ്രത്യേകിച്ച് ദുനിയാവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നമ്മൾ വ്യാപൃതരാകുമ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ ആലോചിച്ച് അതിൻ്റെ വരും വരായികകളെക്കുറിച്ച് ചിന്തിച്ച് മനസ്സിലാക്കി വളരെ ഭംഗിയോടെ സമയബന്ധിതമായി ധൃതി കൂടാതെ ചെയ്യാൻ പരിശ്രമിക്കുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.